രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനിശ്ചിതത്വത്തിൽ. രാഹുൽ മത്സരിക്കുമെന്ന കേരള നേതാക്കളുടെ പ്രചരണത്തിനെതിരെ പി.സി. ചാക്കോ രംഗത്ത് വന്നു. വസ്തുതാപരമല്ല നേതാക്കളുടെ പ്രസ്താവനയെന്ന് പി.സി. ചാക്കോ വിമർശിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സീറ്റ് വീതം വെപ്പ് നടന്നതെന്നും ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി.സി. ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ കലാപങ്ങൾക്കാണ് കോൺഗ്രസിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് രാഹുലിന്റെ പേര് വലിച്ചിഴച്ചുവെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബി.ജെ.പിയെ പേടിച്ച് ഓടുകയാണെന്ന വിമർശനവും ശക്തി. ഇതോടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് സമ്മതിച്ചതായി പറയുന്ന രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരെ ലക്ഷ്യം വെച്ച് വിമർശനവുമായി പി.സി. ചാക്കോ രംഗത്തെത്തി. നേതാക്കൾ പറയുന്നത് വസ്തുതാപരമല്ലെന്ന് ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പി.സി. ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുലിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നുവെന്നും പി.സി. ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞു, അല്ലെ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധി അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ഒന്നിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കും, അതല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വിട്ടുവെന്നും വരാം. രാഹുൽ ഗാന്ധി തീരുമാനിച്ചു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിച്ചു എന്ന വ്യാജേന ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെയും ചാക്കോ ആഞ്ഞടിച്ചു. പങ്കുവയ്പ് രാഷ്ട്രീയം നിർഭാഗ്യകരമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്നത് അപക്വമായ രീതിയിൽ. നേതാക്കൾ സങ്കുചിത താല്പര്യത്തിനപ്പുറം പോകുന്നില്ലെന്നും ചാക്കോ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് പക്വമായൊരു നിലയിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ രണ്ട് പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുക എന്നതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനം. പരസ്പരം എല്ലാ സ്ഥാനമാനങ്ങളും, പാർട്ടി സ്ഥാനങ്ങളാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് സീറ്റുകളാണെങ്കിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതി നിർഭാഗ്യവശാൽ അവിടെ ഉണ്ട്. വളരെ പരിചയസമ്പന്നരായ നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിലും അവർക്ക് ഈ സങ്കുചിതമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പ് തർക്കവും വിമർശനങ്ങളും ശക്തമായതോടെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആശങ്കയിലാണ്. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനമെടുക്കാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുകയാണ്. കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. രാഹുലിന്റെ വരവ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മുല്ലപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഒളിച്ചോടുകയാണെന്ന വിമർശനം ഉയർന്നതോടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ പുനരാലോചന നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. നാളെ നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നലെ കൊട്ടിഘോഷിച്ച കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇന്ന് മിണ്ടാട്ടമില്ലാതെ കഴിയുന്നു. കോഴിക്കോട് നിന്നും പി.വി. കുട്ടൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചെന്നിത്തല റിവേഴ്സ് ഗിയറിലേക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് ഇപ്പോൾ ചെന്നിത്തല. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടി ഉണ്ടാകില്ല എന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചു. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പതിയെ സ്വരം മാറ്റുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് പുറത്തുവരുന്നത്. മുല്ലപ്പള്ളി വാർത്താസമ്മേളനം റദ്ദാക്കി നാണക്കേട് ഒഴിവാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിച്ച് തടി രക്ഷപ്പെടുത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തലയ്ക്ക് ഇന്നലത്തെ ആത്മവിശ്വാസം ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പിന്മാറിയാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനും യു.ഡി.എഫിനും അത് തിരിച്ചടിയാകും.
അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തിരിച്ചടിയൊന്നുമില്ല, ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ലേ? അത് തന്നെയാണ് ചോദിച്ചത്. ഇന്നലെ ഈ കാര്യം ചർച്ച ചെയ്തതിനു ശേഷം ഉമ്മൻചാണ്ടി നമുക്ക് കൂടുതൽ ദിവസമായി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ നാളെ യോഗം ചേരുന്നുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം വരുമോ? ഒരു ആശയക്കുഴപ്പം പ്രവർത്തകരുടെ ഇടയിലില്ല. രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചാണക്യബുദ്ധിയുടെ ഉപജ്ഞാതാവാകാൻ നടന്നവർ ഓരോരുത്തരായി പറഞ്ഞത് വിഴുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അമേഠിയിൽ തോൽവി ഭയന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റു മണ്ഡലങ്ങൾ തേടുന്നതായി കേൾക്കുന്നുവെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് സാംപിത് പാത്ര. രാഹുലിന്റെ സ്വത്തുക്കളിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മത്സരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. എന്നാൽ രാഹുൽ എവിടെ മത്സരിച്ചാലും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കുന്ന സ്വത്ത് വിവരം സംബന്ധിച്ച സത്യവാങ്മൂലം രാജ്യം സൂക്ഷ്മ പരിശോധന നടത്തണമെന്നും സാംപിത് പാത്ര പറഞ്ഞു. जब वो पता नहीं वो कहां से लड़ेंगे. आज तो हमने देखा कि शायद अमेठी से भी जा सकते हैं, कहीं और जाने की प्लान कर रहे हैं, डरे हुए हैं. जहां से भी नॉमिनेशन भरेंगे हम एक टेलीस्कोपिक व्यू उनके नॉमिनेशन के ऊपर रखेंगे, क्योंकि जो खुलासा हम अभी करने वाले हैं वो बहुत गंभीर है. और ये सारे खुलासे कुछ तो हमने तथ्यों को मीडिया के माध्यम से, कुछ कोर्ट से और कुछ विसल ब्लोअर्स से लिए हैं और उसको कोलेट किया है. जो एफिडेविट राहुल गांधी जी ने 2004 में, 2009 में और 2014 में भरे थे. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യം പുറത്തു വന്നെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ BJP വിരുദ്ധ നിലപാട് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ മാത്രമുള്ളതാണെന്ന് SRP പറഞ്ഞു. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 പേർ മരിച്ചതായി വിവരം. തിരുവനന്തപുരം പാറശാലയിലും കണ്ണൂർ വെള്ളോറയിലുമാണ് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചത്. സൂര്യാഘാതം മൂലം ആണ് എന്നതാണ് പ്രാഥമിക നിഗമനം. അതേസമയം ഉഷ്ണതരംഗത്തിനും സൂര്യാഘാതത്തിനുമുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, കടുത്ത ചൂടാണ്. 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എവിടൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ഇന്ന് 2 പേരാണ് സൂര്യാഘാതം മൂലം കേരളത്തിൽ മരിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതേസമയം ഇത് സൂര്യാഘാതമാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. തിരുവനന്തപുരത്ത് പാറശാല ഐര സ്വദേശി കരുണാകരൻ ആണ് മരിച്ച ഒരാൾ. അദ്ദേഹം രാവിലെ പാടത്ത് പണിയെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്ത് താപമേറ്റതിന്റെ പാടുകൾ ഉണ്ട്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അത് സൂര്യാഘാതമാണോ മരണകാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. അദ്ദേഹം നെയ്യാറ്റിൻകര കോടതിയിലെ ബെഞ്ച് ക്ലർക്കാണ് കരുണാകരൻ. അതോടൊപ്പം തന്നെ കണ്ണൂർ വെള്ളോറയിലും ഒരാൾ മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദേഹത്തും ഇതേപോലെ തന്നെ സൂര്യാഘാതമേറ്റതിന്റെ പാടുകൾ ഉണ്ട്. നാരായണൻ 68 വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതും നമുക്ക് എന്താണ് കൃത്യമായ മരണകാരണം പറയാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ പുനലൂരിലും ഒരാൾക്ക് സൂര്യാഘാതമേറ്റിട്ടുണ്ട്. കടുത്ത ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂട് ഉയരും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മണ്ഡലം മാറി വോട്ട് ചോദിച്ച് എറണാകുളത്തെ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം. നെടുമ്പാശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ആലുവയിലിറങ്ങിയാണ് കണ്ണന്താനം വോട്ട് അഭ്യർത്ഥിച്ചത്.
ദില്ലിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ കണ്ണന്താനം KSRTC ലോ ഫ്ലോർ ബസ്സിലാണ് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കളമശ്ശേരിയിൽ ബസ് ഇറങ്ങിയ ശേഷം പാർട്ടി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി നഗരത്തിലേക്ക് പ്രവേശിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആലുവ പറവൂർ കവലയിൽ ബസ് നിർത്തിയതോടെ കണ്ണന്താനവും B. ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഇവിടെ ഇറങ്ങി. തുടർന്ന് കാറിൽ കയറാൻ പ്രവർത്തകർ ക്ഷണിച്ചപ്പോൾ അതിനു മുതിരാതെ കവലയിലുണ്ടായിരുന്ന വോട്ടർമാർക്ക് നേരെ കണ്ണന്താനം കുതിച്ചു. തുടർന്ന് വോട്ടഭ്യർത്ഥന. മണ്ഡലം മാറിയെന്ന് പ്രവർത്തകർ അടക്കം പറഞ്ഞെങ്കിലും കണ്ണന്താനം അത് കേട്ടിരുന്നില്ല. എന്നാൽ ഇത് കേട്ട ഗോപാലകൃഷ്ണൻ പ്രവർത്തകരെ ശാസിച്ചു. ഏത് മണ്ഡലമാണെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൂടെ എന്നായി ഗോപാലകൃഷ്ണൻ. ഇതോടെ തനിക്ക് പറ്റിയ അമളി തിരിച്ചറിഞ്ഞ കണ്ണന്താനം തുടർന്നുള്ള വോട്ടഭ്യർത്ഥന ചാലക്കുടി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് വേണ്ടിയാക്കി മാറ്റി തടി തപ്പുകയായിരുന്നു. ഹലോ, എന്താ പേര്? ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടകരയിൽ തരംഗമായി LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. പൊള്ളുന്ന വേനൽ ചൂടിലും ആയിരങ്ങളാണ് P. ജയരാജനെ വരവേൽക്കാനെത്തുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും കൊടും വേനലിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും കിടപ്പ് രോഗികൾക്ക് സഹായം എത്തിക്കാനും LDF പ്രവർത്തകർ മുന്നിട്ടിറങ്ങുമെന്ന് P. ജയരാജൻ പറഞ്ഞു. വടകരയുടെ ഗ്രാമീണ മേഖലയിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പര്യടനം തുടരുന്നത്. വലിയ ആവേശപൂർവ്വമാണ് ജനങ്ങൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ P. ജയരാജനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ P. ജയരാജൻ, തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗ്രാമീണ മേഖലയിലുള്ള പര്യടനത്തിന്റെ ഒരു അനുഭവം? ഈ മണ്ഡലത്തിലെ യുവാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെ രംഗത്തും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി യൂത്ത് ബ്രിഗേഡ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുടനീളം രൂപീകരിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇട്ട് ആ യൂത്ത് ബ്രിഗേഡിൻ്റെ രൂപീകരണം, പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സഖാവ് KP മോഹനൻ നിർവഹിക്കുകയുണ്ടായി. അവരുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. അത് അങ്ങേയറ്റം ആവേശകരമായിട്ടൊരു പരിപാടിയാണ്. കാരണം അത്യുഷ്ണകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. ആ കാലയളവിൽ ജനങ്ങൾക്ക് ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, മറ്റ് കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഈ യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചത്. അപ്പോൾ വോട്ടഭ്യർത്ഥനക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവന പ്രവർത്തനവും, അതാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ മുദ്രാവാക്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFൻ്റെ വിജയം അത് യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും വളരെ വ്യത്യസ്തമായ ജനോപകാരപ്രദമായ പരിപാടികളാണ് P. ജയരാജന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്തൊക്കെ വളരെ വിപുലമായ സഹായങ്ങൾ, കിടപ്പ് രോഗികൾക്കുൾപ്പെടെ വിപുലമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വണ്ടിയിൽ നിന്നും, പ്രചാരണ വണ്ടിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മണ്ഡലം തിരിച്ചുപിടിക്കാനായി C. ദിവാകരനും മൂന്നാം വിജയത്തിനായി ശശി തരൂരും ആദ്യ ജയത്തിനായി കുമ്മനം രാജശേഖരനും കളത്തിലിറങ്ങിയതോടെ പ്രചരണ രംഗം ആവേശക്കൊടുമുടിയിൽ. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ തിരുവനന്തപുരം മണ്ഡലം വേദിയാകുന്നത്. LDF പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറി മേൽക്കൈ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനായി UDFും BJPയും തീപാറുന്ന പോരാട്ടം തന്നെയാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. UDFിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് LDF C. ദിവാകരനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറി എന്നതിലൂടെ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ നേടാനും സാധിച്ചു. മണ്ഡലത്തിലെ മാറ്റത്തിനായി ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമുണ്ടാകുമെന്ന് C. ദിവാകരൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫ്രണ്ടിലാണ്, ഞങ്ങൾ ജയിക്കും. 10 കൊല്ലം തിരുവനന്തപുരം ലോകസഭാ സീറ്റിൽ വോട്ട് ചെയ്ത ആളുകൾ നിരാശരാണ്. അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യം നടന്നിട്ടില്ല. പകരം വീട്ടാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്.
കഴിഞ്ഞ 2 തവണത്തെ ആത്മവിശ്വാസവുമായാണ് UDF ശശി തരൂരിനെ 3ാം അംഗത്തിന് കളത്തിലിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ നഷ്ടപ്പെടുത്തി എന്നതാണ് കോൺഗ്രസ് വിലയിരുത്തൽ. എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ശക്തി കൂടാനേ സാധിക്കുള്ളൂ. ഈ വരാൻ പോകുന്ന 5 ആഴ്ചയിൽ നിങ്ങൾ കാണുന്നത് നല്ല ഒരു ക്യാമ്പയിൻ, നല്ലൊരു പ്രചരണമായിരിക്കും. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് താമര വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനം രാജശേഖരനെ BJP തിരുവനന്തപുരത്തെത്തിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP മണ്ഡലത്തിൽ 2ാമതെത്തിയത് ഇത്തവണ വിജയമാക്കുമെന്ന് കുമ്മനം പറയുന്നു. എന്റെ ഈ പര്യടന പരിപാടിയിൽ ജനങ്ങൾ എന്നോട് സഹകരിക്കുന്നു, സഹായിക്കുന്നു, പിന്തുണ നൽകുന്നു. അതുകൊണ്ട് അങ്ങേയറ്റത്തെ വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന മണ്ഡലം പ്രവചനങ്ങൾക്കതീതമാകും എന്നതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഷീജ, തിരുവനന്തപുരം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശത്തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ 3 നിരത്തിൽ നിന്നാണ് വോട്ടഭ്യർത്ഥിച്ച് പൊതുപര്യടനം ആരംഭിച്ചത്. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിനൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനം തുടരുമ്പോൾ വൻ സ്വീകാര്യതയാണ് പൂഞ്ഞാർ മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ വീണയ്ക്ക് ലഭിച്ചത്. പൂഞ്ഞാറിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ കല്ലം മുതൽ പര്യടനം സമാപിച്ച ഈരാറ്റുപേട്ട തെക്കേക്കര വരെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം സ്ത്രീകളടങ്ങുന്ന വലിയ ജനക്കൂട്ടം വീണ ജോർജിന് വിജയാശംസകൾ അർപ്പിച്ച് എത്തിച്ചേർന്നിരുന്നു. കാർഷിക മേഖലയായ മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി അഭിമുഖീകരിക്കുന്ന കടുത്ത അവഗണന ചുരുങ്ങിയ വാക്കുകളിൽ വിവരിച്ച് വീണ ജോർജ് ഈ തീരാ ദുരിതത്തിലേക്ക് കർഷകരെ തള്ളിവിട്ടത് കോൺഗ്രസ് ആണെന്ന് ഓർമ്മിപ്പിച്ചു. ഒരു ദേശീയപാതയോ പഠന കേന്ദ്രമോ പാർലമെന്റ് മണ്ഡലത്തിന് ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ വീണ ജോർജ് തെറ്റായ കേന്ദ്ര നയങ്ങൾക്കെതിരായ പോരാട്ടത്തിലും നാടിന്റെ വികസനത്തിനും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്കുകൾ ഹർഷാരവത്തോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. ഈ മണ്ഡലത്തിന് അർഹമായിട്ടുള്ള വികസനം, അത് ദേശീയപാതയാണെങ്കിലും ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് എങ്കിലും ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ സംരംഭങ്ങളാണെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടുവരും. അടുത്ത 5 വർഷം ഒപ്പമുണ്ടാകും. തുറന്ന വാഹനത്തിൽ പാതക്കിരുവറവും കാത്തുനിൽക്കുന്നവരെയെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്താണ് സ്ഥാനാർത്ഥി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്നത്. പൊള്ളുന്ന വെയിലും ചൂടുകാറ്റും അവഗണിച്ച് കൊച്ചുകുട്ടികളെ കൈപിടിച്ചും കൈയിലേറ്റിയും അമ്മമാർ എല്ലാ യോഗങ്ങളിലും എത്തിച്ചേർന്നിരുന്നു. ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണ് വീണ ജോർജിന്റെ പര്യടനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും മത്സരച്ചൂടിലാണ്. കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം ജില്ലക്കാരായ സ്ഥാനാർത്ഥികളാണ് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ആദ്യഘട്ട സ്വീകരണം തോട്ടം മേഖലയിൽ തുടങ്ങി കശുവണ്ടി തൊഴിലാളികളുടെ സ്നേഹനിർഭരമായ പിന്തുണ ഏറ്റുവാങ്ങി 2ാം ദിവസവും മുന്നേറുകയാണ്. തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പ്രതിനിധി പാർലമെന്റിൽ എത്തണമെന്നത് തൊഴിലാളികളുടെ കൂടി ആവശ്യമാണെന്ന് KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന
പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ ഈ ഫാക്ടറി വന്നതാണ്. എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള നമ്മുടെ പൊതു സമൂഹത്തിനെ ആകെ കണ്ട് അവരെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവരെല്ലാം കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിന്. അതേസമയം BJP സ്ഥാനാർത്ഥി KV സാബു പന്മന ആശ്രമത്തിലും അയ്യങ്കാളി ആർ ശങ്കർ പ്രതിമകളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് കൊല്ലംകാരെ പരിചയപ്പെടാനും വോട്ടഭ്യർത്ഥിക്കാനും തുടങ്ങി. പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിന് വികസനമാണ്. വികസനത്തോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ കാലങ്ങളായി നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ പരിപോഷണം, അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുടെ അതിനെ ഇല്ലാതാക്കുക, ആ ആചാര അനുഷ്ഠാനങ്ങളെ പരിപാലിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ഡലത്തിൽ കാംക്ഷിക്കുക എന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ റാന്നി കോടതിയിൽ ജാമ്യം നേടാൻ പോയിരുന്നു. UDF കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് UDFനെ സഹായിക്കാനാണ് ദുർബല സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയതെന്നാണ് ആരോപണം. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് KV സാബു പറയുന്നു. ജയിക്കാനാണ് മത്സരിക്കുന്നതെന്നും പ്രബുദ്ധരായ ജനം തന്നെ തിരിച്ചറിയുമെന്നും NDA സ്ഥാനാർത്ഥി KV സാബു. വൈകിയാണെങ്കിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ NDA സ്ഥാനാർത്ഥിയായി KV സാബു. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്, ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. ഒരു തികഞ്ഞ നിയമജ്ഞൻ എന്നത് ഉപരി നിരവധി തെരഞ്ഞെടുപ്പിനെ നേരിട്ട പരിചയവും സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് NDA ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ കൂടി ഇതിലേക്ക് വരണം എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദയനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ വന്ന് ഇറങ്ങുന്ന ഈ സാബുവിനെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ LDFും UDFും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനമാണ് സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയമില്ല എന്നുള്ള ഒരു ആരോപണം. സാബു, ഇതിന് എങ്ങനെയാണ്? അതായത് ഈ രണ്ട് മുന്നണികളും ഒരുപോലെ പറയുന്നുണ്ട്, സ്ഥാനാർത്ഥിയെ ഇവിടെ ആർക്കും പരിചയമില്ല, സ്ഥാനാർത്ഥിയെ അറിയില്ല, BJPക്കാർക്ക് പോലും സ്ഥാനാർത്ഥിയെ അറിയില്ല, ഇങ്ങനെ പല ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ മറുപടി എന്താ? 82 മുതൽ ഞാൻ BJPയുടെ ഒരു പ്രവർത്തനമാണ് ജീവിക്കുകയാണ്. ഞാൻ ഈ വർഷങ്ങൾക്കൊന്നും ഒന്നും ഒരു കോൺഗ്രസ് ഓഫീസിലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലോ പോയിട്ടില്ല. അത് അവർ പറഞ്ഞ ശരിയായിരിക്കും. പക്ഷേ കൊല്ലത്ത് ജനങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ആരോപണം LDF തുടക്കം മുതൽ ഉന്നയിച്ചിട്ടുള്ളത് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രനാണ് ഇവിടെ നിതിൻ ഗഡ്കരി വഴി പ്രധാനമന്ത്രിയെ ഇവിടെ ഒരു 13 കിലോമീറ്ററിന്റെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിച്ചു. ആ നിമിഷം മുതൽ തന്നെ പ്രേമചന്ദ്രനെതിരെ ഒരു സംഘീയ ആരോപണം നിലനിന്നിരുന്നു. ഇവിടെ വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബല സ്ഥാനാർത്ഥിയെ BJP കൊണ്ടുവരും, അത് പ്രേമചന്ദ്രന് ഗുണകരമാക്കാൻ വേണ്ടിയാണെന്നും LDF ഉൾപ്പെടെ ഒരു ആരോപണമുണ്ട്, പൊതുസംസാരമുണ്ട്. ഇതിനെ എന്താണ് മറുപടി പറയാനുള്ളത്? ഈ മണ്ഡലത്തിൽ എല്ലാവരും അരിയാഹാരം കഴിക്കുന്ന ആളുകൾ, ജനങ്ങൾ, അവർക്കറിയാം സത്യാവസ്ഥ. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴിയെല്ലാം വളരെ വളരെ അധികം പ്രചരിച്ചു കഴിഞ്ഞു എന്താണ് ഇവിടെ നടക്കുന്ന ഫാക്ട്സ് എന്നത്. ഞാൻ ആരാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, അവർക്കും അറിയാം. മറ്റു ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PM വേലായുധൻ പിടിച്ചെടുത്ത 58,000 വോട്ടിന്റെ ആ ഒരു അത് മറികടക്കുമോ അതോ ഇക്കുറി അതിലും താഴെ പോകും എന്നുള്ളത് സൂചനകളായി പുറത്തു വരികയാണ്. ഞങ്ങൾ 54,000 വോട്ട് പിടിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ ഈ മണ്ഡലത്തിൽ വിജയിക്കാനാണ് വന്നിരിക്കുന്നത്. 2014 BJP അല്ല, 2019 BJP. ഇടത് മുന്നണിയുടെയും അതുപോലെ തന്നെ UDFന്റെയും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. തന്നെ ജനങ്ങൾ തിരിച്ചറിയും, നരേന്ദ്രമോദിക്ക് വേണ്ടി തനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി KV സാബു ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.